നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടലത്തോരൻ. ഞാനിവിടെ 1.5 കപ്പ് കടലയാട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിതാണെങ്കിൽ തലേദിവസം രാത്രി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നു. ഞാനിപ്പോൾ അത് എടുത്ത് ഒന്നും കൂടെ കഴുകി അതിന് ആവശ്യത്തിൽ വെള്ളവും ഉപ്പും ഇട്ട് ഇത് വേവിച്ചെടുക്കാൻ പോവുക. ഈ കടല വേവാനായിട്ട് എനിക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലും വേണ്ടി വന്നു കേട്ടോ. ഞാൻ കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടായപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു വലിയ സവാളയാട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പം സവാള ഞാൻ കുത്തി അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ്. ഇനി ഇത് സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ശകലം ഒരു ഉപ്പൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള നല്ല ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരപ്പ് ചേർക്കണം. അതിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 വറ്റൽമുളകും ഒരു 3-4 വലിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഇത് ഒന്ന് ചതച്ചെടുക്കും. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തോട്ട് അരപ്പാട്ട് ചേർക്കുന്നത്. ഞാൻ ഈ അരപ്പിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് ആ തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാട്ടോ ചേർക്കുന്നത്. ഈ കടലയും കൂടെ ചേർത്ത് ഉപ്പൊന്ന് നോക്കണം. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ സവാള വഴറ്റിയപ്പോഴും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് ഈ കടലയും അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ഇരുന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഇടണ്ടെങ്കിൽ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ഇട്ടാൽ മതി. അങ്ങനെയാകുമ്പോൾ പിന്നെ വറ്റൽമുളക് ഈ അരയ്ക്കണ്ട കേട്ടോ. അപ്പം ഇതിപ്പം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശകലം കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ കടലത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്